അതായത് വികൃതമായ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രൂപം. ഈ പറയുന്ന ക്രൈസ്തവരെയും അത് കഴിഞ്ഞ് അതിനു മുമ്പ് ഈ ബീഫുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെ ഒരു കാര്യവുമില്ലാതെ അറ്റാക്ക് ചെയ്ത് പലരെയും ചെന്ന് കൊന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ എക്സ്റ്റെൻസീവായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഇങ്ങനല്ലല്ലോ മാത്തപ്പ അജ്ജ് മുമ്പ് പറഞ്ഞത്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമ്മള്. മോദി ഈസ് എ സൂപ്പർ ഡൂപ്പർ സ്റ്റാർ. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ ആണെങ്കിലും ഇപ്പൊ ട്രംപ് മോദിയോട് പറയാൻ എനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ കേട്ടോ. അതുമല്ല, ഈ അതിനേക്കാൾ വലിയ വേറൊരു സംഭവം കൂടെ പറഞ്ഞിരുന്നു, അതും കൂടെ കേൾപ്പിച്ചു തരട്ടെ. ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരികയാണ്. ഇവിടുത്തെ ചില മുസ്ലിം സംഘടനകളും തീവ്രവാദ സംഘടനകളും ചിലപ്പോൾ, എനിക്കറിയത്തില്ല, മഹലൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. നിങ്ങൾ അതിനെ മുതിരുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, നിങ്ങളെ പൊളിറ്റിക്കലി അല്ല, നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംപാരസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും, കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്ത് കളയും. നീ മുസ്ലിം ലീഗ് വെച്ച് നിങ്ങൾക്ക് എത്ര സീറ്റ് ജയിക്കാൻ പറ്റും? ബാക്കിയുള്ള പല കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അതായത് നിങ്ങളെ തൊലച്ചു കളയും, ഗുജറാത്ത് പോലെ ആക്കി കളയും എല്ലാ രീതിയിലും. അതാണ് മനസ്സിൽ തലേ വെച്ചോണം ഇത്. എന്താണ് മാത്തപ്പ നിങ്ങള് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടെ മുസ്ലിങ്ങളെ അങ്ങോട്ട് ഐസൊലേറ്റ് ചെയ്ത് കളയും അല്ലെ, ഹ്യൂമിലിയേറ്റ് ചെയ്ത് കളയും അല്ലെ? എന്നിട്ട് ഇപ്പൊ ആര് കിടക്കുന്നത് NIA ജയിലില്? ആരാ കിടക്കുന്ന ജയിലില്? ആരാണ്? മുസ്ലിങ്ങളാണോ? അല്ല. ആരാണ്? 2 പാവം കന്യാസ്ത്രീകൾ. ആരാണ്? ക്രിസ്ത്യാനികൾ. ആരാണ് ജയിലിൽ കയറ്റിയത്? നീ പറഞ്ഞ ഹിന്ദുക്കളല്ല, നീ പറഞ്ഞ സംഘികള്. നീയൊക്കെ മൂടും താങ്ങി നടക്കുന്നേ, നീയൊക്കെ ആസനം ഇങ്ങനെ പതുക്കെ ഒഴിഞ്ഞെടുത്ത് ഉമ്മ കൊടുത്ത് നടക്കുന്ന സംഘികളില്ലേ, അവരാ കയറ്റിയത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവസാനം മുസ്ലിങ്ങള് ഇതൊക്കെ കണ്ട് നമ്മൾ അതിലൊന്നും ഇല്ലേ, നമ്മൾ ഇപ്പുറത്ത് മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നു കുണ്ടി ഉള്ളി നടക്കുന്നത് എൻ്റെ കൂട്ടത്തിലെ പിതാക്കന്മാരും മെത്രാന്മാരും എല്ലാരും കൂടെ ഓട്ടം. ആർക്കെതിരെ? താങ്ങി നടക്കുന്ന അവന്മാർക്കെതിരെ. എന്നിട്ട് ഇപ്പൊ എന്തായി? അവസാനം ഒരു തേങ്ങയില്ല, ഒരു വാലുമില്ല, ഇപ്പൊ കിടക്കുന്ന ഇവിടെ NIA കോടതിയുടെ അണ്ടറുള്ള ജയിലില്. ഇനി പറ, ആരെ ഹ്യൂമിലേറ്റ് ചെയ്യും? ആരെ ഐസൊലേറ്റ് ചെയ്യും? എടാ, നീയൊക്കെ ഉണ്ടല്ലോ, കിട്ടുന്ന പൈസക്ക് നിന്റെ ഒക്കെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ ആലോചിക്കണം നാളെ നിന്റെ ഒക്കെ കുണ്ടിക്ക് അടി കിട്ടും എന്നുള്ളത്. അടി മാത്രമല്ല, കുന്തം കയറിയില്ലപ്പം നീ എന്ത് ചെയ്യും? എടാ മാത്യൂസേ, ഈ ഒരു കാര്യം മനസ്സിലാക്കി. നീ ഈ പാവപ്പെട്ട ഈ പറഞ്ഞ നാട്ടിലെ മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടനെ താലിബാനും മലപ്പുറത്തിനെ മിനി പാകിസ്ഥാനും ഒക്കെ ആക്കി നടക്കുന്ന സമയത്തെ നിന്റെ കൂട്ടക്കാരെ, നിന്റെ കൂട്ടത്തിലെ പാസ്റ്റർമാര്, നിന്റെ കൂട്ടത്തിലെ സിസ്റ്റർമാര്, നിന്റെ കൂട്ടത്തിലെ അച്ഛന്മാരും പിതാക്കന്മാരും, നിന്റെ കൂട്ടത്തിലെ മെത്രാമാരുടെ ഒക്കെ അണ്ണാക്കിലേക്ക് കേക്കും കുത്തി തിരിയിട്ട് ഇവന്മാര് അങ്ങോട്ട് നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ട് കേക്കിന് വരെ കുത്തി കയറ്റിയതേ നല്ല കുന്തമായിരുന്നു.